വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇപ്പോഴെങ്കിലും ഈ നല്ല ബുദ്ധി തോന്നിയല്ലോ, അതിന് ഒരു നല്ല നമസ്കാരം, അതായത് അഭിനന്ദനങ്ങൾ എന്നർത്ഥം. ഇപ്പോഴെങ്കിലും തോന്നിയതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നിരയിൽ ഒരു ഐക്യസ്വരമുണ്ടാകുന്നു. അതെ, പ്രതിപക്ഷ പാർട്ടികളെ ഒത്തുചേർത്തുകൊണ്ട് കൃത്യമായ ഒരു തിരമാലയാക്കി ബി.ജെ.പിയെ നേരിടാൻ ഒരു പട വരികയാണ്. ഉത്തരേന്ത്യയുടെ മണ്ണിൽ പലയിടങ്ങളിലും ബി.ജെ.പി ജയിച്ചു കയറിയത് 1000-ഉം 2000-ഉം 5000-ഉം അടങ്ങിയ വോട്ടുകൾ കൊണ്ടാണ്. അതായത് ചുരുങ്ങിയ വോട്ടുകളുടെ ഒരു ബലത്തിലാണ് എന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി.ജെ.പിയിലേക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഒറ്റക്കെട്ടായി ബി.ജെ.പിയുടെ പട്ടിയിൽ വീണു. പ്രതിപക്ഷ പാർട്ടികളോ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഇതിനിടയിൽ ബി.എസ്.പിയുടെ സ്ഥാനാർത്ഥി, തൃണമൂലിന്റെ സ്ഥാനാർത്ഥി അഥവാ ഒരു സ്വതന്ത്രനും കൂടി. അങ്ങനെ 4-5 പ്രതിപക്ഷ നിരയിൽ വരുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കേണ്ട വോട്ടുകളൊക്കെ കൃത്യമായി 4-5 തട്ടുമായി വിഭജിച്ചു പോകുന്നു. ഇവിടെ ചുരുങ്ങിയ വോട്ടുകൾ കിട്ടുന്ന ബി.ജെ.പിക്കാവട്ടെ നല്ല വിജയവും ലഭിക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയ പ്രതിപക്ഷ നിര ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ കിങ് മേക്കർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷയോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ല, അത് പ്രശാന്ത് കിഷോർ തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്നും ബി.ജെ.പി 100 കടക്കില്ല എന്ന് ആ ട്രെൻഡിങ്ങിന്റെ സമയത്ത് കൃത്യമായ നിരീക്ഷണത്തോടു കൂടി വെച്ചു പറയാൻ തയ്യാറായ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശമനുസരിച്ചിട്ടുള്ള ഒരു പുതിയ സഖ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബി.ജെ.പിയെ നേരിടാൻ വേണ്ടിയിട്ട് വരുന്നത്. 3 ആഴ്ചകളിലായി കൃത്യമായി ശരത് പവാറുമായി പ്രശാന്ത് കിഷോർ ചർച്ച നടത്തുന്നു. CPI, CPM, തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ തുടങ്ങുന്ന പ്രതിപക്ഷ നിരയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു കുടക്കൈയിലേക്ക് കൊണ്ടുവരാൻ പ്രശാന്ത് കിഷോറും ശരത് പവാറും ശ്രമിക്കുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞ വലിയ വിവാദമുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കത്തോ മറ്റുള്ള കാര്യങ്ങളോ അയക്കാതെ നിന്നിരുന്നു. പക്ഷേ വിമത സ്വരമുയർത്തിയ നേതാക്കന്മാർക്ക് പ്രത്യേക ക്ഷണവും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ സഖ്യത്തിനോടൊപ്പം ചേരാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. എന്നാൽ 3ാം ഘട്ട ചർച്ച നടന്നതിന് ശേഷം കോൺഗ്രസും ഈ പ്രതിപക്ഷ നിരയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. മമത എന്ന പുലിക്കുട്ടിയും രാഹുൽ എന്ന പുലിക്കുട്ടിയും ഒപ്പം ശരത് പവാർ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനും കൃത്യമായ ഉപദേശങ്ങളും കൃത്യമായ നിരീക്ഷണ ചുവടുകൾ നൽകാനും വെപ്പിക്കാനും കൂടെ പ്രശാന്ത് കിഷോർ എന്ന കിങ് മേക്കറും ഉണ്ടാകുമ്പോൾ ഈ സഖ്യത്തിന് വിജയം അടുത്തു തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സഖ്യത്തിനിടയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഖ്യത്തിനകത്ത് തമ്മിൽ തല്ലുണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാകില്ല, പഴയ സ്ഥിതി തന്നെയായിരിക്കും. എന്തായാലും ഈ സഖ്യം വിജയിക്കട്ടെ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഒന്നെങ്കിൽ ശരത് പവാർ വരും, ഇല്ലെങ്കിൽ രാഹുൽ ഉണ്ടാകും, ഇല്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഉണ്ടാകും. ഇതിൽ ആര് വന്നു കഴിഞ്ഞാലും മതേതര വിശ്വാസികൾക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കോള് തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.